ഹലോ ഫ്രണ്ട്സ്, ബി കെ ഡോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ SLCയിലെ കെമിസ്ട്രി തേർഡ് ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററെ നമുക്ക് ഫോക്കസ് ഏരിയ റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും അനിമേഷൻ വീഡിയോസൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം എനേബിൾ ചെയ്തിട്ട് എങ്കിലേ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന ഫോക്കസ് പോയിന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. ഞാൻ മാക്സിമം മലയാളം മീഡിയം സ്റ്റുഡൻസിനും ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും മനസ്സിലാകുന്ന വിധത്തിൽ പറയാം. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ, അതായത് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. നമുക്ക് ടോട്ടൽ 4 ടോപ്പിക് ഉണ്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഗാൽവാനിക് സെൽ, ഇലക്ട്രോലിറ്റിക് സെൽസ്, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും, ഗാൽവാനിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ, ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്. നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, അതായത് ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. അതെന്താണെന്ന് നോക്കാം. നമ്മളത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചെറുതായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. എങ്കിലേ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ബേസ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ജലം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവയുമായി ചില ലോഹങ്ങളുടെ പ്രവർത്തനം താരതമ്യം ചെയ്യാം. ആദ്യമായി സോഡിയം, മഗ്നീഷ്യം, കോപ്പർ എന്നിവയുടെ തണുത്ത ജലവുമായുള്ള പ്രവർത്തനം പരിശോധിക്കാം. എന്താണ് നിരീക്ഷണം? സോഡിയം മാത്രമാണ് തണുത്ത ജലവുമായി പ്രവർത്തിച്ചത്. മഗ്നീഷ്യവും ജലവും, കോപ്പറും ജലവും, ഇത് രണ്ടും ചേർന്ന ടെസ്റ്റ് ട്യൂബുകൾ ഒരേ സമയം ചൂടാക്കുക. എന്താണ് നിരീക്ഷണം? മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുന്നു. ഈ പരീക്ഷണത്തിൽ നിന്ന് ലഭിച്ച ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം ഇങ്ങനെ ക്രോഡീകരിക്കാം. സോഡിയം, മഗ്നീഷ്യം, കോപ്പർ എന്നിവ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ സോഡിയത്തിന് ക്രിയാശീലം കൂടുതലും കോപ്പറിന് ക്രിയാശീലം കുറവുമാണെന്ന് മനസ്സിലാക്കാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള ചില ലോഹങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കാം. ഇതാ നോക്കൂ, 5 ടെസ്റ്റ് ട്യൂബുകളിൽ തുല്യ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. ഇതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അയൺ, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സിങ്ക്, നാലാമത്തേതിൽ മഗ്നീഷ്യം, അഞ്ചാമത്തേതിൽ ലെഡ് എന്നീ ദണ്ടുകൾ താഴ്ത്തുന്നു. തുടർന്ന് നോക്കൂ, മഗ്നീഷ്യം ദണ്ട് താഴ്ത്തിയിരിക്കുന്ന ഈ ടെസ്റ്റ് ട്യൂബിൽ കൂടുതൽ കുമിളകൾ വരുന്നു. അതിലും കുറവാണ് സിങ്ക് ദണ്ട്, അതിലും കുറവാണ് അയൺ ദണ്ട് താഴ്ത്തിയതിൽ. നോക്കൂ, അതിലും കുറവാണ് ലെഡ് താഴ്ത്തിയതിൽ. കോപ്പർ പ്രവർത്തിക്കുന്നതേയില്ല. എല്ലാ ലോഹങ്ങളുടെ ആസിഡുമായുള്ള പ്രവർത്തനശേഷി ഒരുപോലെയാണോ? ഇവയുടെ പ്രവർത്തനശേഷി അവലോകനക്രമം ഇങ്ങനെ എഴുതാം. ഇപ്പോൾ നമ്മൾ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് വിവിധ ലോഹങ്ങൾ ജലവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനത്തിൽ കാണിക്കുന്ന ക്രിയാശീലം വ്യത്യസ്തമാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ വിവിധ ലോഹങ്ങളെ അവയുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാം. ഇങ്ങനെ ലഭിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. ക്രിയാശീല ശ്രേണിയുടെ ഒരു ഭാഗം ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയിൽ താരതമ്യത്തിനായി
അലോഹമായ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഹൈഡ്രജന് മുകളിലുള്ള ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. എന്നാൽ അതിന് ചുവടെയുള്ള ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് പല ടൈപ്പിലുള്ള മെറ്റൽ പല ടൈപ്പായിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ഡയഗ്രം നിങ്ങൾക്ക് കാണാം. അതായത് ഈ ഒരു ബോക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അതായത് ഈ പൊട്ടാസ്യം സോഡിയം അതായത് ഈ ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും പഠിച്ചിരിക്കുക. നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഈ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പല മെറ്റലും പല ടൈപ്പായിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെറ്റൽസിനും ഇപ്പോൾ ഒരുപോലെ റിയാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പലതിനും പല ടൈപ്പായിട്ടാണ് റിയാക്ട് ചെയ്യുക. അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതും അതിൻ്റെ സ്പീഡിനനുസരിച്ചൊക്കെ ഉള്ളതാണ് ഈ ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ മെറ്റലാണ് പൊട്ടാസ്യം. ആ ഓർഡറിലാണ് ഇങ്ങനെ താഴോട്ട് ഏറ്റവും മേത്തിലുള്ള ഏതാണ് ഏറ്റവും കൂടുതൽ, അതായത് റിയാക്ടിവിറ്റി കൂടിയതാണ്, ക്രിയാശീലം കൂടിയതാണ് ഏറ്റവും മുകളിലുള്ളത്. സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ് ഈ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ലല്ലോ. പക്ഷേ ഇവിടെ ഹൈഡ്രജന് എത്ര പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജന് മേലോട്ട് ഉള്ള ഈ മെറ്റൽസ് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ താഴോട്ടുള്ളതൊക്കെ എന്താണ്, ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. ഇത്രയേ ഉള്ളൂ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മെറ്റൽ റിയാക്ട് ചെയ്യാൻ അതായത് എത്ര പെട്ടെന്നാണ്, അതായത് ഇപ്പോൾ നമ്മുടെ പൊട്ടാസ്യം വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, അതായത് ആസിഡുമായിട്ടും വാട്ടറായിട്ടൊക്കെ. അപ്പോൾ ഇതാണ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയത് പൊട്ടാസ്യം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക് ഈ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഈ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കാനുള്ള അതിൻ്റെ ശേഷി, അത് എത്ര ടൈം എടുക്കും, എത്ര പെട്ടെന്നാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നടക്കുന്നതിനാണ് നമ്മൾ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എന്ന് പറയാം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടിയത്? പൊട്ടാസ്യം ആണ്. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടിയത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, അത് ആലോചിച്ചിരിക്കണം. പിന്നെ ഗോൾഡാണ് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞത്, ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതും നിങ്ങൾ ആലോചിച്ചിരിക്കുക. അപ്പോൾ ഈ ബോക്സ് എന്തായാലും പഠിച്ചിരിക്കുക. അപ്പോൾ ഇതിൽ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് പറയണം. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രിയാശീലം കൂടിയ മെറ്റൽ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ എന്താ പറയുക പൊട്ടാസ്യം ഒക്കെ പോലുള്ള മെറ്റൽ ക്രിയാശീലം കുറഞ്ഞ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യും, അത് ആദേശം ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഒരു അനിമേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കാം. ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുത്തിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു സിങ്ക് ദണ്ട് താഴ്ത്തി വെച്ചിരിക്കുന്ന ക്രമീകരണമാണ് കാണുന്നത്. കുറെ സമയം കഴിയുമ്പോൾ സിങ്കിൽ കോപ്പർ പറ്റിപ്പിടിക്കുന്നത് ശ്രദ്ധിക്കൂ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കൂ. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ പോസിറ്റീവ് ചാർജുള്ള കോപ്പർ അയോണുകളും നെഗറ്റീവ് ചാർജുള്ള സൾഫേറ്റ് അയോണുകളും ഉണ്ട്. സിങ്കിന് കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടുതലാണ്. ഓരോ സിങ്ക് ആറ്റവും 2 ഇലക്ട്രോണുകളെ വീതം വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള സിങ്ക് അയോണുകളായി ലായനിയിൽ എത്തുന്നു. ഈ സിങ്ക് അയോണുകൾ ലായനിയിലുള്ള നെഗറ്റീവ് ചാർജുള്ള സൾഫേറ്റ് അയോണുകളുമായി സംയോജിച്ച് സിങ്ക് സൾഫേറ്റ് ആയി മാറുന്നു. ലായനിയുടെ നിറം ക്രമേണ അപ്രത്യക്ഷമാകുന്നു. ഉണ്ടാകുന്ന സിങ്ക് സൾഫേറ്റിന് നിറമില്ലാത്തതാണ് ഇതിന് കാരണം. ലായനിയിലുള്ള കോപ്പർ അയോണുകൾ സിങ്ക് ദണ്ടിലെത്തി ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റങ്ങളായി മാറുന്നു. ഫലമോ സിങ്ക് ദണ്ടിന്മേൽ കോപ്പർ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. മലയാളം മീഡിയത്തിന് കുറച്ചും കൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജസ്റ്റ് ഈ വീഡിയോ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ക്ലിയർ ആവും. അപ്പോൾ നമുക്കിനി നമ്മളെ അടുത്ത ടോപ്പിക്ക് ഏതാണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ഗാൽവാനിക് സെല്ലാണ്.
അപ്പോൾ നമുക്ക് ഗാൽവാനിക് സെൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗാൽവാനിക് സെല്ലിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ കറക്റ്റായിട്ട് എഴുതാൻ, അതായത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. അതിനായിട്ട് കറക്റ്റായിട്ടൊരു ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട്. മെറ്റൽ വിത്ത് ലോ റിയാക്ടിവിറ്റി ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ സാൾട്ട് സൊല്യൂഷൻ ബൈ മെറ്റൽസ് വിത്ത് ഹൈ റിയാക്ടിവിറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വേണം നിങ്ങൾ എഴുതാൻ. മെറ്റൽ വിത്ത് ലോ റിയാക്ടിവിറ്റി ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ സാൾട്ട് സൊല്യൂഷൻ ബൈ മെറ്റൽ വിത്ത് ഹൈ റിയാക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ തന്നെ, അതായത് അതിൻ്റെ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. ഓക്സിഡേഷൻ, ദ റിഡക്ഷൻ പ്രോസസ് ഓഫ് ലോസിങ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ. പിന്നെ റിഡക്ഷൻ എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് റിഡക്ഷൻ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സിമിൾട്ടേനിയസ്ലി, ദിസ് ഈസ് നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. അത് ഈ എന്താണ് ഈ ഓക്സിഡേഷൻ? നമുക്ക് ഈ ഇലക്ട്രോണിനെ കൊടുക്കുക, ഇലക്ട്രോണ് തൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾ, അതായത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. പകരം സ്വീകരിക്കുകയാണെങ്കിലോ ചെയ്യുന്നത് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ റിഡക്ഷനാണ്. ഇത് രണ്ടും കൂടി ഒരു സ്ഥലത്ത് നടക്കുകയാണ്, അതിനെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് HCl നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഒരു ഇതിലെടുത്തത്. അതിൽ മഗ്നീഷ്യം ഇട്ടിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മഗ്നീഷ്യം ഇട്ടു. അപ്പോൾ നമുക്ക് അറിയാം ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഹൈഡ്രജൻ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് തീക്കൊള്ളി കാണിക്കുമ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകമാണല്ലോ നമ്മുടെ ഹൈഡ്രജൻ. നോക്കുക നിങ്ങൾ, മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് അയോണിക് കോമ്പൗണ്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. Mgs plus 2HCl AQ gives MgCl plus H2. അത് ഗ്യാസാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ഗാൽവാനിക് സെല്ല്. ഈ ഗാൽവാനിക് സെല്ലിൽ തന്നെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം, ആദ്യം തന്നെ ബേസ് ആയിട്ട് നിങ്ങളത് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, സിങ്ക്, കോപ്പർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഒരു വൈദ്യുത രാസ സെല്ലിലെ ക്രമീകരണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു സിങ്ക് ദണ്ട് സിങ്ക് സൾഫേറ്റ് ലായനിയിലും ഒരു കോപ്പർ ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിലും താഴ്ത്തി വെച്ചിരിക്കുന്നു. രണ്ട് ലോഹദണ്ഡുകളും ചാലകങ്ങൾ വഴി ഒരു വോൾട്ട് മീറ്ററുമായി ബാഹ്യമായി ബന്ധിച്ചിരിക്കുന്നു. രണ്ട് ലായനികളെയും പൊട്ടാസ്യം ക്ലോറൈഡ് ലായനിയിൽ മുക്കിയ ഒരു ഫിൽറ്റർ പേപ്പർ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സാൾട്ട് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നു. സിങ്ക്, കോപ്പർ എന്നീ ലോഹങ്ങളിൽ ക്രിയാശീലം കൂടിയ സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് ലായനിയിൽ കലരുന്നു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം എന്നറിയാമല്ലോ. സിങ്ക് ദണ്ടിൽ നിക്ഷേപിക്കപ്പെട്ട ഇലക്ട്രോണുകൾ ചെമ്പ് കമ്പി വഴി കോപ്പർ ദണ്ടിലേക്ക് പ്രവഹിക്കുന്നു. കോപ്പർ സൾഫേറ്റ് ലായനിയിലുള്ള പോസിറ്റീവ് കോപ്പർ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. ഇലക്ട്രോണുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇങ്ങനെ തുടർച്ചയായ ഇലക്ട്രോൺ പ്രവാഹം നിലനിർത്തുന്ന ഒരു സർക്യൂട്ട് രൂപപ്പെടുന്നതിന്റെ ഫലമായി ഈ ക്രമീകരണം വൈദ്യുതിയുടെ ഒരു സ്രോതസ്സായി തീരുന്നു. ജസ്റ്റ് നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിച്ചല്ലോ, അതിൽ നിങ്ങൾക്ക് എന്താ പറയുക ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കുക, അതായത് ഓയിൽ ഫ്രം RIG, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പെട്ടെന്നൊരു ട്രിക്കാണ്. ഓയിൽ ഫ്രം RIG എന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക.
അത് O മീൻസ് ഓക്സിഡേഷൻ ഈസ് ലോസ് ഫ്രം റിഡക്ഷൻ ഈസ് ഗെയിൻ. അത് ഓക്സിഡേഷൻ എന്താണ്? ഇലക്ട്രോണിനെ ലോസ് ചെയ്യും, അത് നഷ്ടപ്പെടുത്തും. റിഡക്ഷൻ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ സ്വീകരിക്കും, അതായത് നേടും. നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഓയിൽ ഫ്രം RHC എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗാൽവാനിക് സെല്ലിൽ ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ എക്സ്പെരിമെൻറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് അവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, സിങ്ക് റോഡ് അതിലേക്ക്, അതായത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ സിങ്ക് റോഡ് ഇറക്കി വെച്ച് ഡിപ്പ് ചെയ്ത് വെച്ചു. അതുപോലെ കോപ്പർ സൾഫേറ്റിൽ കോപ്പർ റോഡും ഇറക്കി വെച്ചു. അതിൻ്റെ രണ്ടും കൂടി ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാൾട്ട് ബ്രിഡ്ജ്, പിന്നെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടറ്റത്തുമായിട്ടും. ഇതിൽ അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിപ്പ് സെഡൻ റോഡ് ഇൻ സെഡൻ SO4 സൊല്യൂഷൻ ആൻഡ് CU റോഡ് ഇൻ CuSO4 സൊല്യൂഷൻ. ജസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ. കണക്ട് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ദ സെഡൻ റോഡ് ആൻഡ് ദ പോസിറ്റീവ് ടെർമിനൽ ടു ദ കോപ്പർ റോഡ്. കണക്ട് ദ 2 സൊല്യൂഷൻ ഇൻ ദ ബീക്കേഴ്സ് യൂസിങ് എ സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നേ ഉള്ളൂ. പിന്നെ ഈ ബോക്സ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഗാൽവാനിക് സെൽ ഓർ വോൾട്ടൈക് സെൽ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ബൈ മീൻസ് ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക, അവിടെ തന്നിട്ടുള്ളത് അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് ആണ് തന്നിട്ടുള്ളത് അവിടെ. അതായത് കെമിക്കൽ എനർജി എന്താണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ്, കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതി നമുക്ക് കെമിക്കൽ എനർജി ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ നമുക്ക് കെമിക്കൽ എനർജീനെ വൈദ്യുതി ആക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളെ ഗാൽവാനിക് സെൽ എന്താണ് ചെയ്യുന്നത്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഈ ഫാൻ കറങ്ങുന്നില്ലേ, അത് ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ കെമിക്കൽ എനർജി ആക്കുമ്പോഴാണ് ഫാനൊക്കെ കറങ്ങുക. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് അതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ സാൾട്ട് ബ്രിഡ്ജ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. അതൊന്നും പ്രധാനപ്പെട്ടതായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ ഗാൽവാനിക് സെല്ല് ഈ ഒരു ഏരിയ ആയിട്ട് പഠിക്കാനുണ്ട്. കുറച്ച് നോട്ട് ഞാൻ പറയാം, അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അത് ഗാൽവാനിക് സെല്ലിൻ്റെ യൂസ് എന്താണ് ഗാൽവാനിക് സെൽ എന്നാണ് ഫസ്റ്റത്തെ ഈ ഒരു പാരാഗ്രാഫ് പോലെ പറഞ്ഞിട്ടുള്ളത്. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ത്രൂ റിഡോക്സ് റിയാക്ഷൻ ഈസ് കോൾഡ് ഗാൽവാനിക് സെൽ ഓർ വോൾട്ടൈക് സെൽ. അത് എങ്ങനെയാണ്? ത്രൂ റിഡോക്സ് റിയാക്ഷനിലൂടെയാണ് ഈ ഗാൽവാനിക് സെൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്, അഥവാ വോൾട്ടൈക് സെൽ എന്ന് പറയും. പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. The electrode at which oxidation occurs is the anode. The electrode at which reduction occurs is the cathode. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രവർത്തനം സംഭവിക്കുന്ന സ്ഥലമാണ് ആനോഡ്. പിന്നെ ഇലക്ട്രോഡിന് റിഡക്ഷൻ സംഭവിക്കുന്ന സ്ഥലമാണ് കാഥോഡ്. അത് നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ ഇൻ എ ഗാൽവാനിക് സെൽ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ഇലക്ട്രോഡ് ടു പോസിറ്റീവ് ഇലക്ട്രോൺ. അതായത് ഈ ഗാൽവാനിക് സെല്ലിൽ എന്താണ് നെഗറ്റീവ് ഇലക്ട്രോണിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോണിലേക്കാണ് പോകുന്നത്. എന്താ പറയുക, ഈ നെഗറ്റീവ് ഇലക്ട്രോൺ മീൻസ് ആനോഡിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോൺ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ഈ പോസിറ്റീവ് ഇലക്ട്രോൺ മീൻസ് കാഥോഡാണ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ അതിൽ പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇലക്ട്രോളിറ്റിക് സെൽസ്, അതായത് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇലക്ട്രോളിറ്റിക് സെൽ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാം, നിങ്ങൾ നോക്കാം. ചിത്രത്തിലെ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കൂ. 3 തുള്ളി ഫിനോഫ്തലിൻ ചേർത്ത കറിയുപ്പ് ലായനിയാണ് ബീക്കറിൽ എടുത്തിരിക്കുന്നത്. ബാറ്ററിയിൽ നിന്നുള്ള 6 വോൾട്ട് വൈദ്യുതി 2 കാർബൺ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് കറിയുപ്പ് ലായനിയിലേക്ക് കടത്തിവിടുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതിൽ നിന്നും വൈദ്യുതി പ്രവഹിക്കുന്നു എന്ന് ഉറപ്പിക്കാമല്ലോ. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കറിയുപ്പ് ലായനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ. ലായനിയിൽ പിങ്ക് നിറം പ്രത്യക്ഷപ്പെടാൻ കാരണം ബേസിക സ്വഭാവമുള്ള പദാർത്ഥങ്ങളുടെ സാന്നിധ്യമായിരിക്കണം. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കറിയുപ്പ് ലായനി രാസമാറ്റത്തിന് വിധേയമായി ബേസിക സ്വഭാവമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നതാണ് പിങ്ക് നിറത്തിന് കാരണം. കാർബൺ ഇലക്ട്രോഡുകൾ ശ്രദ്ധിച്ചാൽ വാതകങ്ങൾ നിർഗമിക്കുന്നത് കാണാം.
ബാറ്ററിയുടെ നെഗറ്റീവ് അഗ്രവുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോഡിൽ നിന്നും നിർഗമിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും ക്ലോറിൻ നിർഗമിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിലാദ്യമായിട്ട് ഇലക്ട്രോലൈറ്റിക് സെൽ, ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഇലക്ട്രോലൈറ്റിക് സെൽ എന്താണെന്ന് നോക്കാം. അതിൽ ഇലക്ട്രോളിസിസ്, ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് കടത്തിവിടാണ്. അത് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് ആദ്യം പറയാം. ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൻ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ച്. ആസിഡ്, alkalis and salt or electrolytes in the molten state or in aqueous solution. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുക. അടുത്തതായിട്ട് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ആനോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനാണ് നമ്മൾ ആനോൺസ് എന്ന് പറയാം, മൂവ് ടുവാർഡ്സ് ദ ആനോഡ് ആൻഡ് കാഷൻസ്. ഓക്കെ, കാറ്റയോൺസ്, സോറി കാഷൻസ് അല്ല കാറ്റയോൺസ് ആണ്. അതായത് കാറ്റയോൺസ് മീൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ആനയോൺസ് മീൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഓക്കെ, മൂവ് ടുവാർഡ്സ് ദ കാഥോഡ്. ഇൻ ഗാൽവാനിക് സെൽ ദ ആനോഡ് ഈസ് നെഗറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് പോസിറ്റീവ്. അറ്റ് ദ സെയിം ടൈം ഇൻ ഇലക്ട്രോലൈറ്റിക് സെൽ ദ ആനോഡ് ഈസ് പോസിറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് നെഗറ്റീവ്. അതായത് നമ്മുടെ ഗാൽവാനിക് സെല്ലിൽ ആനോഡ് എന്താണ്, നെഗറ്റീവാണ്, കാഥോഡ് പോസിറ്റീവാണ്. പക്ഷേ നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിലോ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇൻ ബോത്ത് കേസസ് ഓക്സിഡേഷൻ ഒക്കെ അറ്റ് ദ ആനോഡ് ആൻഡ് റിഡക്ഷൻ ഒക്കെ അറ്റ് ദ കാഥോഡ്. അതായത് ഈ ഗാൽവാനിക് സെല്ലിലും ഇലക്ട്രോലൈറ്റിക് സെല്ലിലും എന്താണ്, ഈ ഓക്സിഡേഷൻ എവിടെയാണ് ഉണ്ടാവുക, ആനോഡിലാണ് സംഭവിക്കുക, റിഡക്ഷൻ കാഥോഡിലുമാണ് സംഭവിക്കുക. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചെന്നില്ല, അത് നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ എഴുതിയിട്ടെടുത്തോ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക. ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം. ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുത്തിരിക്കുന്നു. 2 കാർബൺ ദണ്ടുകൾ ഉപയോഗിച്ച് ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഇതിലൂടെ ഇങ്ങനെ കടത്തിവിടുന്നു. ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയ LED പ്രകാശിക്കുന്നത് കാണാമല്ലോ. ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ടെന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്? അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡ് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ഉരുകിയ അവസ്ഥയിലോ ലായനി രൂപത്തിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് ഇലക്ട്രോഡുകളിലൂടെയാണ്. ഇവിടെ കാർബൺ ദണ്ടുകളാണ് ഇലക്ട്രോഡുകൾ. ഈ കാർബൺ ഇലക്ട്രോഡിൽ ഒരെണ്ണം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും രണ്ടാമത്തേത് നെഗറ്റീവ് ടെർമിനലുമായും ബന്ധിച്ചിരിക്കുന്നു. പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്ന് വിളിക്കുന്നു. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതെല്ലാമാണ്? ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയോണുകളും ക്ലോറൈഡ് അയോണുകളും അടങ്ങിയിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൽ പോസിറ്റീവ് അയോണുകൾ ഏത് ഇലക്ട്രോഡിലേക്കാണ് നീങ്ങുന്നത്? പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് നീങ്ങുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം Na+1 ഇലക്ട്രോൺ gives Na. ഈ പ്രവർത്തനം ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ?
നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്ന് വിളിക്കാൻ കാരണം വ്യക്തമായല്ലോ. കാഥോഡിൽ നിരോക്സീകരണം നടക്കും. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ക്ലോറൈഡ് അയോണുകൾ എത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം 2Cl- gives Cl2 plus 2 ഇലക്ട്രോൺ. ആനോഡിൽ ഓക്സീകരണം നടക്കും. പോസിറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായല്ലോ. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ. കാഥോഡിൽ സോഡിയം, ആനോഡിൽ ക്ലോറിൻ. ഈ ടോപ്പിൽ ആദ്യമായിട്ടൊന്നുമില്ല, ഇതിൽ ഇത്ര മനസ്സിലാക്കുകയുള്ളൂ. അത് സോഡിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഈസ് നോട്ട് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. അതായത് ഈ ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, അത് വൈദ്യുത വാഹിയല്ല. അതായത് അതിലൂടെ കറണ്ട് പോകില്ല. സോളിഡ് സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ എന്താ പറയുക, ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പിനെയാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താ പറയുക, ഇത് ഡയറക്റ്റായിട്ട് ഇതിലൂടെ നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള ഉപ്പില്ല, അതിൽ ഡയറക്റ്റ് കറണ്ട് പോകില്ല. അത് എന്ത് ചെയ്യണം, മെൽറ്റാണെന്ന് നോക്കാം. ബിക്കോസ് ഇറ്റ് അയോൺസ് ഹാവ് നോ ഫ്രീഡം ടു മൂവ്മെൻറ്റ്. അതായത് അതിലുള്ള അയോൺസിന് എന്ത് ചെയ്യണം, മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകില്ല, അതായത് ഖരാവസ്ഥയിലുള്ള ഉപ്പിൽ. ബട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. അതായത് എന്താണ്, ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടന്നു പോകും. അതായത് നമ്മൾ വെള്ളത്തിലൊക്കെ കലക്കുമ്പോൾ അത് ഒരു അലിഞ്ഞു പോകില്ല, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉരുകിയ ഇതിലൂടെ കടന്നു പോകും. വെൻ സോഡിയം ക്ലോറൈഡ് മെൽറ്റ് ദ പോസിറ്റീവ്ലി ചാർജ് സോഡിയം അയോൺസ് Na positive and the negatively charged chloride ions Cl negative are free to move. അതായത് സോഡിയം ക്ലോറൈഡ് ഉരുകുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോൺ, അതായത് Na+ നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോണും അതിനൊക്കെ ചലിക്കാൻ പറ്റും. ചൂടാകുമ്പോൾ അത് എന്താകും, മൂവ്മെൻറ്റ് സംഭവിക്കും. അങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. അത്രേ ഇതിലുള്ളൂ. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും കംപ്ലീറ്റ് വരുന്നൊരു PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഇതിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാ കാര്യവും അതായത് ട്രിക്സും ടിപ്സും ഒക്കെ ഉള്ള ഒരു PDF ആണ്. നിങ്ങൾ എന്തായാലും നോക്കുക. അതിൽ ഇത് ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിലുള്ള ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, സൈനിങ് ഓഫ്. നമ്മുടെ ചാപ്റ്റർ തീർന്നു.